This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman. ഞാനപ്പോൾ രവിയേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത്, ഇത്ര വലിയൊരു പുസ്തകം 24 മണിക്കൂറിൽ കുറവ് വായിച്ച് മനസ്സിലാക്കി പറയുവാൻ സാധിക്കുന്നവനാണ് എന്നുണ്ടെങ്കിൽ ഞാൻ നാട്ടില് ജില്ലാ കളക്ടറായാണ്. ഇത്ര പെട്ടെന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഇരുന്നപ്പോൾ രവിയേട്ടൻ പറഞ്ഞു, നീ എന്തായാലും ടേബിൾ ഓഫ് കണ്ടൻസിലൂടെ പോകണം. ആ ടേബിൾ ഓഫ് കണ്ടൻസിലൂടെ മാത്രമല്ല, വായിച്ച് തുടങ്ങിയപ്പോൾ എനിക്കും സിനിമ പിടിക്കാനോ ഒന്നും താല്പര്യമില്ല, പക്ഷെ സിനിമയെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളത് കാരണം ഇനിയുള്ള കാലഘട്ടം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെതാണ് എന്ന് രവിയേട്ടൻ ഈ പുസ്തകത്തിലൂടെ ആദ്യ പേജുകളിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് കാരണം I thought I will better read couple of pages. What this book says is AI and the future of cinema, revolutionizing filmmaking. And this book is a culmination to exploration, written with the support of ChatGPT. No one needs to be introduced to ChatGPT now, because that's the closest friend of anybody. Written by the support of ChatGPT, this book aims to equip readers with a thorough understanding of how AI tools can be effectively utilized in filmmaking. More than just an academic exploration, this book is intended as a practical guide for aspiring filmmakers and enthusiasts alike, empowering them to harness artificial intelligence in their creative endeavors. The book chronicles the evolution of AI in cinema. എവിടെയൊക്കെ പോകുന്നു നമ്മൾ, പക്ഷേ ഞാൻ പറയുന്നു, നമ്മൾ ഇവിടെ ഉപേക്ഷിച്ച് പോകുന്നത് ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് നമ്മളുടെ അനുഭവ സമ്പത്തും അറിവുമാണ്. ആ ഉപേക്ഷിച്ച് പോകുന്ന ആ ധനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നടൻ എന്ന നിലയിൽ അറിയപ്പെടേണ്ടിയിരുന്ന ഒരു വ്യക്തി സ്വയം മാറി ഒരു അധ്യാപകനായി മാറിയ ശ്രീ രവീന്ദ്രൻ. എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഈ ബുക്ക് പ്രകാശനത്തിന് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അദ്ദേഹം ഒരുപാട് അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒരുപാട് അറിവ് പകർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിലൂടെ സിനിമയുടെ അടുത്ത അധ്യായം, സിനിമ എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം, കലയുടെയും സാഹിത്യത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും എല്ലാം കൂടെ അവസാന പടിയാണ്. പക്ഷേ ഇന്ന് അതിനെ മൊത്തം ശാസ്ത്രം ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സിനിമ ചെയ്തു തുടങ്ങിയപ്പോൾ ഞാൻ ഫിലിമിൽ 2010 ഫിലിമിലാണ് എൻ്റെ ചിത്രത്തിൻ്റെ ഷൂട്ട് നടത്തിയത്. പക്ഷേ അത് റിലീസ് ചെയ്തപ്പോഴേക്കും ടെക്നോളജി മാറി. ആദ്യത്തെ 4K സ്കാൻ മൂവി ആയിട്ടാണ് അന്ന് അത് റിലീസ് ചെയ്തത്. പക്ഷേ അടുത്ത റെവല്യൂഷനിലേക്ക് വരികയാണ്. അന്ന് ഞാൻ ആലോചിക്കുകയാണ്, ഇനി എൻ്റെ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് സ്ക്രിപ്റ്റിന് വേണ്ടി 1 വർഷത്തിലേറെ ചിലവഴിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാര്യം ടെക്നോളജി എന്നെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകും. എഡിറ്റിംഗ് ടേബിളിൻ്റെ പിറകിൽ എനിക്ക് മാസങ്ങൾ ഇരിക്കേണ്ടി വരത്തില്ല, പോസ്റ്റ് പ്രൊഡക്ഷന് വേണ്ടി വർഷങ്ങൾ ഇരിക്കേണ്ടി വരത്തില്ല, ഷൂട്ടിന് വേണ്ടി ഒരുപാട് മാനവേഴ്സ് ചിലവാക്കേണ്ടി വരത്തില്ല. എല്ലാം AI കീഴടക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു പഠനം അദ്ദേഹം ഒരു പുസ്തക രൂപത്തിൽ പുറത്തേക്ക് വരുമ്പോൾ അത് ഇന്നുള്ള തലമുറയ്ക്ക് മാത്രമല്ല അടുത്ത തലമുറയ്ക്കും റെഫർ ചെയ്യാവുന്ന ഒരു പുസ്തകമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമയെ അടുത്തറിയുവാൻ ഈ പുസ്തകം സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു മിസ്റ്റർ സോഹൻ റോയ്. അടുത്തതായി ശ്രീ നരേന്ദ്ര മേനോൻ. നമസ്കാരം എല്ലാവർക്കും. ഞാൻ നിക്കോൺ ബ്രാൻഡിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ്. പക്ഷേ രവിയേട്ടനായിട്ട് വളരെ ലോങ് ഒരു റിലേഷൻഷിപ്പാണ്. കാരണം രവിയേട്ടൻ ഐ എം ബ്ലെസ്ഡ്, ദി ബ്രാൻഡ് ഈസ് ബ്ലെസ്ഡ് ടു വർക്ക് വിത്ത് ഹിം ഫോർ എ ലോങ് ടൈം. നമ്മൾ മോഹൻലാൽ സാറുടെ കൊച്ചിൻ മെട്രോൻ്റെ ഒപ്പം ഹി ഹാസ് ബീൻ ട്രെയിനിങ് ഒരു 10,000 മുകളിൽ കുട്ടികളെ ട്രെയിൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ? മോർ ദാൻ ദാറ്റ്. അപ്പോൾ സോൺ സാർ പറഞ്ഞ മാതിരി വെരി റെയർലി വി ഫൈൻഡ് സച്ച് പീപ്പിൾ who try to contribute through what they have learned through the experiences. So അതുകൊണ്ട് we are very grateful to you. And ഇവിടെ മാത്രമല്ല കേട്ടോ, രവിയേട്ടൻ has been traveling around in GCC എല്ലാവരുടെയും പോകുന്നുണ്ട് under the patronage of Mohanlal sir. And
he's always carrying Nikon with him wherever he goes. So I'm blessed that way. Thank you so much. And this book, as Ansar said, it's a pride for us also. It's a learning for even brands to understand where the industry is going. Adonda, we really feel pride, and thank you so much, and best of luck, sir. Thank you. താങ്ക് യു സാർ. നെക്സ്റ്റ് നമുക്ക് ആശംസകൾ അർപ്പിക്കാൻ ശ്രീ പി എ ശൈലി. എല്ലാവർക്കും നമസ്കാരം. വീട്ടിനായിട്ട് എനിക്ക് ഒരുപാട് വർഷത്തെ പരിചയങ്ങളൊന്നുമില്ല. 2 വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതിനു മുമ്പ് നമുക്കൊക്കെ അറിയപ്പെട്ടിരുന്നത് ഇവിടെ പറഞ്ഞ പോലെ ആ ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു സൂപ്പർ സ്റ്റാറായിട്ടാണ്. അപ്പോൾ തലൈവർ രജനീകാന്തിൻ്റെ ഒക്കെ ഒരു കണ്ടംപററി ആ കാലത്ത് തന്നെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചു വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യത്തെ ചിത്രം ഞാൻ ഓർക്കുന്നത് ഒരു നിലയിലാണോ അല്ലെ, അതിലൊരു വില്ലനായിട്ട് അഭിനയിച്ചിട്ട് ഹീറോയേക്കാൾ സൂപ്പർ സ്റ്റാർ ആയ അദ്ദേഹം അന്ന് തന്നെ ശരിക്കും ഒരു തലൈവർ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് തമിഴ്നാട്ടിലൊക്കെ അറിയപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം എല്ലാ സ്റ്റാർഡും അതിൻ്റെ എല്ലാ എന്താ പറയുക ഗ്ലോറിയും അനുഭവിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇങ്ങനെ ഒരു അക്കാഡമിക് ലൈനിലേക്ക് തിരിഞ്ഞിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ 2 വർഷം മുമ്പ് അദ്ദേഹത്തെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെ കുറിച്ച് ഉണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് ഒരു പാരഡൈം ഷിഫ്റ്റ് ആയിരുന്നു. ഞാൻ മനസ്സിലാക്കിയ ഒരാളെ ഒരുപാട് വലിയൊരു വിഷണറിയോടാണ് സംസാരിക്കുന്നത് എനിക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ മകൻ എൻ്റെ കലീഗാണ്. ഞങ്ങൾ ഒരേ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത് 2 വർഷമായിട്ട്. അപ്പം ഇങ്ങനൊരു പുസ്തകം എഴുതാൻ അദ്ദേഹത്തിന് തോന്നിയതിന് ഞാൻ ദൈവത്തെ സൂചിപ്പിക്കാം. കാരണം നമുക്കൊക്കെ സ്വന്തം അനുഭവങ്ങളിൽ നിന്നല്ലാതെ നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നത് മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ പഠിക്കാനുള്ള ഒരേ ഒരു മാധ്യമമായിരുന്നു പുസ്തകം. സിനിമ വരുന്നതിന് മുമ്പ്, സിനിമ വന്നതിന് ശേഷം നമ്മുടെ വിദ്യാലയങ്ങളിലൂടെ നമ്മൾ നേടിയിട്ടുള്ള എഡ്യൂക്കേഷനേക്കാൾ അപ്പുറം ഏറ്റവും കൂടുതൽ ഒരു സമൂഹത്തെ മൊത്തമായിട്ട് തന്നെ ഉദ്ധരിക്കാൻ ഉതകുന്ന ഒരു മീഡിയ ആയിട്ട് സിനിമ പരിണമിച്ചതും നമ്മളൊക്കെ നോക്കി കണ്ടിട്ടുള്ളതാണ്. ഇനി അതിന്റെ അടുത്ത സ്റ്റേജിലേക്കാണ് പോകുന്നത്, AI വരും. അപ്പൊ കറക്റ്റ് ടോപ്പിക് എടുത്തിട്ട് ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ സാധിച്ചു എന്നുള്ള അദ്ദേഹത്തിന് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഇപ്പൊ AI ഒക്കെ വന്നു കഴിയുമ്പോൾ സ്ഥിരമായിട്ട് ഹീറോസ് ഉണ്ടാവും എന്നൊക്കെ പറയും. ഒരു ആർട്ടിഫിഷ്യൽ ഒരു ഹീറോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കൊരു ഹ്യൂമൻ ബീയിങ് ഹീറോ ആയിട്ട് അഭിനയിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഹീറോ ഉണ്ടെങ്കിൽ ആ ഹീറോയെ എന്നേക്കും നമുക്ക് നിലനിർത്താം. അദ്ദേഹത്തിന്റെ എല്ലാ രൂപങ്ങളും ഭാവങ്ങളും അഭിനയ ചാതുരിയും ഒക്കെ അതിലൊതുക്കി വെച്ചത് കൊണ്ട് തന്നെ കാലാകാലം അഭിനയിക്കുന്ന ഒരു ഹീറോ ആയിട്ട്, എന്നും യുവത്വം നിലനിർത്തുന്ന ഒരു ഹീറോ ആയിട്ട്, ഇങ്ങനെയൊക്കെ അനന്ത സാധ്യതകളാണ്. പിന്നെ അതിന്റെ ടെക്നിക്കൽ സൈഡൊന്നും എനിക്ക് കൂടുതൽ അറിയില്ല. സോൻസാറും അറിയുന്നുണ്ടാവും. സിനിമയ്ക്ക് എടുത്താൽ എൻ്റെ സിനിമയുടെ ബന്ധം തന്നെ എപ്പോഴെങ്കിലും ഒരു സിനിമ കൂടുതലും. ഇനി താങ്ക് യു വെരി മച്ച്. ഒരു പുസ്തകത്തിന്റെ വിജയം എന്ന് പറയുന്നത് അത് എത്ര പേർ വായിക്കുന്നു, എത്ര പേർ അത് ഉൾക്കൊള്ളുന്നു എന്നതനുസരിച്ചിട്ടാണ്. അപ്പൊ നമ്മളെല്ലാവരും ആ പുസ്തകം വായിക്കണം, മനസ്സിലാക്കണം, പ്രചരിപ്പിക്കണം. എല്ലാ ആശംസകളും. താങ്ക് യു സാർ. അടുത്തതായി നമ്മുടെ അക്കാഫിന്റെ എല്ലാ നിലയായ പോളേട്ടൻ 2 വാക്ക് സംസാരിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. മലയാള സിനിമയിൽ ഒരു യുവതാരമായി വന്ന് നല്ലൊരു അഭിനേതാവായി, ഒരു ഡാൻസറായി, അത് കഴിഞ്ഞ് സിനിമയുടെ എല്ലാ മേഖലകളും കൈയടക്കിയ ഒരു വ്യക്തിയാണ് ശ്രീ രവീന്ദ്രൻ. പലരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ സിനിമയെ പറ്റി ഇത്രമാത്രം അവഗാഹമായിട്ട് റിസർച്ച് ചെയ്യുന്ന ഒരു വ്യക്തി വേറെ ആരും ഉണ്ടായിരിക്കത്തില്ല. കാരണം സിനിമയുടെ എല്ലാ മേഖലകളിലും അദ്ദേഹം കൈവയ്ക്കുകയും അത് ഇപ്പം നമുക്ക് പ്രിയപ്പെട്ട സോഹൻ റോയ് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹവും സിനിമ ഫീൽഡിലുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാൻ പറ്റുമോ അതിന് സാങ്കേതികത്തെ പറ്റി, അതിൻ്റെ പുതിയ സാധ്യതകൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ സിനിമയ്ക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അതൊക്കെ വിശകലനം ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു രവീന്ദ്രനെ പോലെ അത് ശരിക്കും ജനങ്ങളിൽ എത്തിക്കാൻ വേറൊരു സിനിമ ആക്ടർക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ഇത് നമ്മളെല്ലാവരും വായിക്കണം. സിനിമയെപ്പറ്റി കൂടുതൽ അറിയാനും നമുക്കെല്ലാവരും മനസ്സിലാക്കാനും ഈ പുസ്തകം ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു പോളേട്ടൻ. ശ്രീ വിനോദ് കോവൂർ. എല്ലാവർക്കും നമസ്കാരം, സ്നേഹം, സന്തോഷം. രവീന്ദ്രേട്ടൻ്റെ ഈ പുസ്തക പ്രകാശന ചടങ്ങ് ആകസ്മികമായിട്ടാണ് ഈ ദിവസം ഈ സമയത്ത് നടക്കുന്നത്. ഇതിനുശേഷം നടക്കുന്നത് എൻ്റെ പുസ്തക പ്രകാശനമാണ്. അപ്പം ഞങ്ങൾ 2 പേരും സിനിമയിലൂടെയാണ് പരിചയപ്പെടുന്നത്. സത്യത്തിൽ അമ്മ എന്ന സംഘടനയുടെ മീറ്റിങ്ങിൽ വെച്ചാണ് രവീന്ദ്രേട്ടനെ എപ്പോഴും കാണാറ്, ഞങ്ങൾ സംസാരിക്കാറും. ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിനുള്ളിലും ഒരു നല്ല മനുഷ്യനുണ്ട്. സിനിമയെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. ഏതായാലും ഈ പുസ്തകം മലയാള സിനിമ ശാഖയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടാവട്ടെ.
ഒപ്പം എൻ്റെ ഒരു ആഗ്രഹം രവീന്ദ്രേട്ടൻ നമുക്ക് അമ്മയുടെ മീറ്റിങ്ങിലും ഈ 2 പുസ്തകങ്ങളും, എൻ്റെ പുസ്തകവും രവീന്ദ്രേട്ടൻ്റെ പുസ്തകവും അമ്മയുടെ മീറ്റിങ്ങിലും എത്തിക്കണം. ഞങ്ങൾക്ക് 2 പേർക്കും എല്ലാവരുടെയും വിശ്വാസമുണ്ട്. മമ്മൂക്കയും എല്ലാവരും എന്നെ രാവിലെ വിളിച്ച് ഈ പ്രോഗ്രാമിൽ എല്ലാ വിശ്വാസം പറഞ്ഞിരിക്കുന്നു. രവീന്ദ്രേട്ടനും രവീന്ദ്രേട്ടൻ്റെ പുസ്തകത്തിനും എൻ്റെ എല്ലാവിധ ആശംസകളും തരികയും. താങ്ക് യു സോ മച്ച്. ഗീത ചേച്ചി രണ്ട്. എല്ലാവർക്കും നമസ്കാരം. അഭിനയത്തിലൂടെ ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ചെടുത്ത രവീന്ദ്രൻ ജി ഇപ്പോഴിതാ എഴുത്തിലൂടെ പുതിയ പുതിയ ആരാധകരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 വർഷം മുന്നെയാണ് ആദ്യമായി നേരിട്ട് കാണുന്നത്. ഞാനങ്ങനെ പെട്ടെന്ന് അത്ഭുതത്തോടെ സിനിമാ നടൻ രവീന്ദ്രൻ എന്ന് പറഞ്ഞു തിരക്കിൻ്റെ ഇടയിൽ പിന്നീടാണ് മോനായിട്ട് പറയുന്നത് ആള് നന്നായിട്ട് എഴുതുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ പരിചയപ്പെട്ടു. അപ്പോൾ പറഞ്ഞു ഇതാ നാളെ 12 മണിക്ക് എൻ്റെ ഒരു ക്ലാസ് ഉണ്ട്, അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ വന്ന് ആ ഒരു പകുതി ആകുമ്പം തന്നെ നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല, അതായത് വേറെ തലാണ്. അപ്പം ഞാൻ ചിന്തിച്ച് സത്യത്തിൽ അതിശയം തോന്നുകയാണ്. എന്താ വെച്ചാൽ ഇങ്ങനെയൊരു വ്യക്തിയാണ് തമാശയും ഡാൻസുമായി മലയാള സിനിമയിൽ ഇങ്ങനെ എന്താ പറയുക ഇനി ഒരുപാട് എഴുതുക, എല്ലാ വർഷവും ഇങ്ങോട്ടേക്ക് വരിക, അത് നമുക്കും കൂടെ ഒരു അഭിമാനമാണ്. ഷാർജക്കാർക്ക് എല്ലാവിധ ആശംസകളും. സുപ്രകാശനത്തിലേക്ക് കിടക്കാം. മിസ്റ്റർ നരേന്ദ്ര മേനോൻ ആണ് ബുക്ക് റിലീസ് ചെയ്യുന്നത്. ആൻഡ് റിസീവ് ചെയ്യുന്നത് മിസ്റ്റർ പി വി ഷെട്ടി. രവിയേട്ട ഇനി രവിയേട്ടനെയാണ് രവിയേട്ട ഇനി രവിയേട്ടനെ എല്ലാവർക്കും കേൾക്കണം. താങ്ക് യു. എൻ്റെ സമയം കഴിയാറായി. ആദ്യമായിട്ട് മൻസൂറിയുടെ അദ്ദേഹം ആദ്യമായിട്ട് ഈ AI വെച്ചിട്ട് സിനിമ എടുത്ത ആളാണ്. സോ ഫസ്റ്റ് ബയർ. ഓക്കെ, അക്ബർ ഫസ്റ്റ് ബയറാണ് കേട്ടോ. ഓക്കെ, കാശ് പഠിച്ചോ വേണ്ട. പ്ലീസ് നോ പ്ലീസ്, നമുക്ക് 3 കൂടി കൊടുക്കാം. രവിയേട്ടൻ ഇപ്പോഴാണ് ഞാൻ ആ വായിച്ച കണ്ടൻസ് ഒക്കെ ആൾക്കാർക്ക് മനസ്സിലായി എന്ന് എനിക്കും മനസ്സിലാവും. ഒരാൾ മേടിക്കാൻ പോകും. As you know, artificial intelligence is actually a simulation of human intelligence using machine to actually program for like mimicking human mind, like how to think and how to do it. For example, this book is like pre-production, production, and post-production, and distribution and exhibition. This tarathil vannitte AI use cheyidittu. See, basically, everyone facing a problem or another. You have creativity, but you don't know the technology. So you need a friend to help you actually. That's what the AI does in cinema. But next year, maybe something different will come. But at present, it will help you, brainstorm with it, and then the story will develop here. Then you can put it in the format. You have a script in the format. എപ്പോഴും പലരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം. ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗൈഡ്സിനെ ഫസ്റ്റ് പഠിക്കുന്നത് ഫോർമാറ്റിംഗ് ആണ്, സ്ക്രിപ്റ്റഡ് ഫോർമാറ്റ്. അതിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ അറിയില്ല, പക്ഷേ യു ഹാവ് ഓൾ ഐഡിയാസ്. സോ ദിസ് AI will help you to put in the format. Now you need to convert this one into storyboard. Then the AI will help you to convert all your script into a storyboard. Now you have a storyboard. Now you want to go for a shooting. Now you have to divide shots. It will give you the short list. Now you can choose
These are different possibilities of the short list of each scene. Now, then you want to enhance your camera movement into the lighting and everything. It will help you in cinematography. After shooting, now you have different form of editing. Okay, it'll give you a lot of patterns. Then it'll give you, help you in creating a lot of visual effects. Now you have to release the cinema. Now it will demographically, it will analyze and it will tell you actually, what time to release, how to promote it, and it do the data analysis. Okay, as you know that actually it's a machine learning and neuroprogramming. Okay, so neural network and through the algorithms, will give you all the informations. So it help you out. So these books talks about everything. കാരണം ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഏറ്റവും ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങൾ നമ്മൾക്ക് എപ്പോഴും വരുന്ന ഒരു ഇന്നഫിഷ്യൻസി ഉണ്ട്. ഒരുപാട് ടെക്നോളജി പഠിച്ചെടുത്തിരിക്കുകയുള്ള പ്രശ്നങ്ങൾ അതെല്ലാം വന്നിട്ട് നമുക്കൊരു സുഹൃത്തിനെ പോലെ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള ആ രീതിയിലേക്ക് തരപ്പെട്ടിരിക്കുന്ന ഒരു ബുക്ക് തന്നെയാണ്. ബട്ട് ദ സെയിം ടൈം ഐ വാണ്ട് ടു ഗോ ടു ദ ഹിസ്റ്ററി. ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും എന്താ ഒറിജിനിലേക്ക് പോകും. അപ്പോൾ ഈ തോട്ട് പ്രോസസ്സ് നമുക്ക് എന്നുണ്ടായി. അത് ഇന്നുണ്ടായതല്ല, മിത്തുകളിൽ തന്നെ നമുക്ക് മഹാഭാരതത്തിലായാലും ചൈനീസ് മിത്തുകളിലായാലും ഗ്രീക്ക് മിത്തുകളിലും വന്ന് മിത്തുകൾ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് ഉണ്ടായത്. സോ ദെൻ ദ ബേസിക് എത്തിക്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെൻ ദ സോഷ്യൽ മീഡിയ ദ ഇൻഫർമേഷൻ ടെക്നോളജി വരുമ്പോൾ you should know that what is your basic ethics. Okay, so all these points are covered in this book. Thank you very much. എത്ര AI വന്നാലും അവിടെ ഒന്നും ഉണ്ടാവാത്ത ഒരു കാര്യം നിലനിൽക്കും, കട്ട്. സമയമില്ല, എന്തായാലും ലാസ്റ്റ് നമ്മുടെ മോഹനേട്ടന് ഒരു സർട്ടിഫിക്കറ്റ് സാറിന് പ്രസന്റ് ചെയ്യുന്നുണ്ട്. മോഹനേട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ SIB. Thank you very much. Thank you all for coming here. Thank you. I'm happy to have